ഹലോ ഗുയ്സ്, അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നമ്മളൊരു വീഡിയോ ഇവിടെ ഇട്ടിരുന്നു. അത്യാവശ്യം പേര് കണ്ടിരുന്നു. ഞങ്ങൾ പണിക്ക് ഇവിടെ ഫസ്റ്റ് പണിക്ക് വന്ന ടൈമിന് അപ്പം ഒന്ന് പണി തീരെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെ ബാക്കിൽ കണ്ടത് കല്ല് നിരന്ന് നിൽക്കുന്നത് ഫുള്ള് ഫിനിഷായി. നമ്മളെ പുഴയിലേക്ക് തട്ടാനുള്ളതാണ്. നമ്മളവിടെ പുഴാന്ന് ശരിക്കും പുഴയിലേക്ക് തട്ടാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഫിനിഷ് ആവും എന്നാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എന്തായാലും ഫിനിഷ് ആക്കണം എന്ന് ചന്ദ്രേടൻ പറഞ്ഞു. ഞങ്ങളെ ഉറപ്പ് ഇതൊന്നല്ല, ചന്ദ്രേടൻ പറഞ്ഞു, മുതലാളി പറഞ്ഞെങ്കിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പണിക്കാരെല്ലാവരും കൂടി മെനക്കെട്ടാലേ ഇന്ന് തീരും. എനിക്കൊന്ന് രാകേശ്വരനൊക്കെ ഉണ്ട്. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് പണിക്കാരെ. അല്ല, രാകേശ്വരൻ മാത്രമേ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. ആരാ ഉള്ളതെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ 4 പേര് അവിടെ ഉള്ളത്. രാകേശ്വരൻ വന്നിട്ടുണ്ട്, പിന്നെ വേറെ ആരാ വന്നിട്ട് അറിയില്ല, എന്താ അറിയില്ല. അപ്പോൾ സുനിയേട്ടൻ ലീവാണെന്ന്. സുനിയേട്ടന് തീരെ വയ്യ കാൽക്ക്. നമ്മളെ മേസിരി എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടില്ലേ സുനിയേട്ടൻ ലീവാണ്. പിന്നെ കുട്ടേട്ടനാള്, പിന്നെ കുട്ടാണിയേട്ടൻ നമ്മൾ വ്ളോഗിൽ വന്നില്ല. അപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ്. പിന്നെ അതുപോലെ തന്നെ സ്വാമി ശരണം. അപ്പോൾ ഞങ്ങളിതാ അധ്വാനിക്കാൻ ഇറങ്ങുകയാണ് ഗൈസ്. പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. ചോറിനുള്ള ചെമ്പടുപ്പത്തായി ഗൈസ്. പിന്നെ ഇതാ കറിയൊക്കെ വെച്ച് നമ്മുടെ ആശാൻ വരുന്നുണ്ട്, ചാക്കോച്ചി. നമ്മുടെ ചാക്കോ ഇതാ ഉണ്ടോ കറിയല്ലേ, പാത്രം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു ആശാനും കൂടിയാണ് വരുന്നത്. ഇന്ന് ഫിനിഷ് ആവും അതിനെ കൊണ്ട്. ഇന്ന് ഗൗരവത്തിലാണ് തോന്നാശ. കാര്യല്ലേ, ശരണം വിളിക്കണോ സ്വാമിയെ? ശരണം വിളിക്കണ്ടേ. ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഡ്രസ്സ് മാറ്റട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ അവര് വന്നപ്പോൾ അവരെ ഒന്ന് കാണിക്കണ്ടല്ലേ. ചാക്കോച്ചിക്ക് വിഷമാവും കാണിച്ചില്ലെങ്കിൽ. വണ്ടിയിലെങ്കിലും വിഷമാണ്. നമ്മളെ അടുത്ത ആശാൻ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടാ വരുന്നത്. ഷൂവാ ഇത് കണ്ടിട്ട് ഷൂ എന്നൊക്കെ തോന്നി ആർക്കെങ്കിലും. നല്ലൊന്ന് വാങ്ങിക്കൂടെ? ഇത് ചെരുപ്പല്ലേ, ഷൂ അല്ലല്ലോ. ഇതാരാ വരുന്നത്? നമ്മളേതാ എത്രയോ നാളുകൾക്ക് ശേഷം നമ്മള് വ്ളോഗിലേക്ക് കടന്നു വരുന്നതാ. പണിക്ക് വന്നതാണോ അതോ ഇത് ചെയ്യാ? എന്താ മീശ കണ്ടതാ? ഏതാ സ്റ്റൈല്? ഇതാ കഴിച്ചില്ല അകളത്തെ ഒന്ന് പറയ്. ഇതാണ് നമ്മുടെ അമ്പായത്തോട്ടിലെ രാജാവ് എന്ന് തന്നെ പറയാം. നമ്മൾ വെള്ളതാ മുകളിലത്തെ ടാങ്ക് നാട്ടെ വരിക. ഫുൾ സെറ്റാണ്. ഇത് വാടകയ്ക്ക് എടുത്താട്ടോ ഈ പറമ്പ് കല്ലട്ടിയുടെ. ഇപ്പോൾ എല്ലാ സെറ്റപ്പും ഒരു ചെയ്ത് തന്നിട്ടുണ്ട്. വെള്ളം, കുടിവെള്ളം. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. പണി ഡ്രസ്സൊക്കെ ഇട്ട് പണിക്ക് ഇറങ്ങിയതാ. തോർത്തുണ്ടൊക്കെ ഇട്ട് ചിഞ്ചൂട്ടാൻ വരുന്ന. ബാക്കിയുള്ളൊരു ചിലർ ഡ്രസ്സ് മാറുന്നുണ്ട്. 8 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. സെറ്റ്. ഇനി ഇതാ ആ ഭാഗത്താണ് ഞങ്ങൾ പണി. കാണിച്ചത് ഗൈസ്. ഇതാണ് ഞങ്ങളെടുത്ത വർക്ക്. ഫുൾ ഫിനിഷ്. അത് വലിയ പറമ്പാണ്. നല്ല ഈ മൊത്തം ഏരിയയിൽ നമ്മൾ കല്ലിട്ട് ഫുള്ളാട്ടിയിട്ടാണ്. ഒരു അട്ടി ഇവിടെ ഉണ്ട്, ഒന്ന് അവിടെ ഉണ്ട്, അപ്പുറമുണ്ട്. ഇത് അളവെടുക്കാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ മൊത്തം വ്യൂ ഉണ്ടോ. ഇത് ഇവിടെ വഴി കൊടുത്തതെന്ന് വെച്ചാൽ ഇത് അളക്കാൻ ഓഫീസർമാർ വരണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് തലസ്ഥാനത്ത് നിന്ന് വന്നിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തതിന് ശേഷമേ നമുക്കിത് പുഴ കൊണ്ടുവച്ച് തട്ടാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയും, പക്ഷേ വ്ളോഗായിട്ട് ഉൾപ്പെടുത്തിയില്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ അവിടുന്ന് വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇത് ഞങ്ങൾ ഇട്ട വർക്കാണെന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പുഴയിലേക്ക് തട്ടി ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ ഇത് അട്ടിയിടലാണ് ഞങ്ങളെ മെയിൻ പരിപാടി. ഇനി അവിടെ പുഴ കെട്ടുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു സുഖമാണ് 8 മണിക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വർക്കേഴ്സിനോടൊക്കെ ഒരു രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് കുറച്ച് സൊറൊക്കെ പറഞ്ഞിട്ട് പണി തുടങ്ങുന്നുണ്ടോ കഥ. എല്ലാവരും വന്നാൽ തുടങ്ങും പണി. ഇതാണ് നമ്മുടെ വൈബ്. ഞങ്ങൾ 3 സ്വാമിമാരും
ഒരു ആസാമിയുണ്ട് ഗൈസ്. അതാറ് ഇതെന്താ തുടങ്ങല്ലേ? ഞങ്ങൾ വർക്ക് തുടങ്ങട്ടെ ഗൈസ്. വർക്ക് തുടങ്ങുമ്പോൾ മാക്സിമം ഞങ്ങൾ വർക്കും കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, തുടങ്ങട്ടെ ഗൈസ്. അപ്പം കുറച്ച് കഷ്ടപ്പെടട്ടെ, നിങ്ങൾ വീഡിയോ കണ്ടിരിക്കും. ആദ്യത്തെ കല്ലോൻ തൊട്ട് എല്ലാവരും വർക്ക് കയറി ഗൈസ്. എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല, എനിക്കും ഇങ്ങനെ കയറണം. ഇതാണ് സംഭവം. അട്ടിടുക, എല്ലാം മറക്കുക, ഇങ്ങനെ അട്ടിക്കിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള, ഇവിടെ നിന്ന് അതിൻ്റെ വരെ ഫിനിഷ് ചെയ്യാം. എല്ലാവരും പണിക്ക് കയറുമ്പോഴേ വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം കണ്ടോ? അതാ ഞങ്ങൾ ഒരു ടീമാണ്. കുറച്ച് വെള്ളയ്ക്കോ? ഞാനോ കൊണ്ടുപോയി എവിടേക്ക്? ആര് താക്കോച്ചി നല്ല സ്പ്രേ അടിച്ചാണല്ലോ രാവിലെ തന്നെ. കുളിച്ചില്ല? നിന്റെ പേരെവിടെ പോയി? രാജേഷ് ഏട്ടാ വേ വരി. രാകേഷ് ഏട്ടാ ഏടാ ഏടാ എന്താ എങ്ങോട്ടാ? ആ കുടുംബം മാറിയതാ കഴിച്ചു. ശ്രദ്ധിച്ചോ? പറഞ്ഞതാ. അങ്ങനെ അപകടം പിടിച്ച പണിയാണ് ഗൈസ് ഞങ്ങളത്. മുറുക്കാൻ മതിയോ? നമ്മളെ ലോഡ് വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ആടെ തട്ടിക്ക, ആടെ തന്നെ അല്ലേ? പകുതി ആടെ തട്ടിയിട്ട് ഇങ്ങോട്ട് അടിക്കുന്നോ? ഒരു വണ്ടി വന്നിട്ട് 100 അഭിപ്രായ ഗൈസ്. ഡ്രൈവർ സ്ലിപ്പാവൂലേ? വ്ളോഗാ? ആ നിർത്തിക്കോ. ലോക്ക് തട്ടിക്കോടി, ലോക്ക്. ഓൻ വരൂലേ?
ഇവനും എൻ്റെ ഫ്രണ്ടും ആട്ടോ അവിടെ കല്ലെട്ടുന്ന ഒരാളും കൂടി വരാൻ. കല്ല് തട്ടി വാ വെള്ളം കുടിക്കുക. പൊരി പൊരി വെള്ളം തിളച്ച വെള്ളം. ഇത്രയും തിളപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ? പച്ചവെള്ളം എടുത്തുള്ളതാ പറഞ്ഞത്. ഏതാ സാധനം അടിച്ചത് രാവിലെ? കിണ്ടിയാണോ കുഞ്ഞുണ്ണിയാണോ? വെള്ളം കുടിക്കുകയാണ് ഗൈസ്. ക്ഷീണിച്ചു കുത്തിരിക്കുക ഗൈസ്. തലയിലെടുക്കണ്ട കേട്ടോ, കൈ കൊണ്ട് എടുത്തിട്ടാണ്. ഇത്ര വലിയ കല്ലാണെങ്കിലും 2-3 ആൾക്കാർ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കണ്ട ഗൈസ്. ഇങ്ങനെ തോല് പോകും ഗൈസ്. നെഞ്ച കൈ വെള്ള കളറ് ഉള്ള പൊടിയാണ്. വെള്ളം കുടിച്ചൊരു 5 മിനിറ്റ് അല്ല 2 മിനിറ്റ് റെസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടങ്ങും. മനുഷ്യടാ നടന്ന് ഫുഡ് വെക്കുക. ഫുഡ് കമ്പിപ്പാര. ഇതാണ് നമ്മളെ ചാക്കോച്ചി പുഷ്പരാജ്. ചാക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും എല്ലാവരോടും. ഇനിയൊക്കെ വലിയണ്ടേ? ഇത് അങ്ങോട്ട് കയറ്റിയാലേ ഇവിടെ തട്ടാനാവും. അങ്ങോട്ട് വലിക്കണം. ഓല് വരി വെക്കണം. അതാടെ നോട്ടെ പറഞ്ഞ ഒരു കല്ല് പൊന്തി കിടക്കുന്നുണ്ട്. വലിയ അല്ലെന്നാ, അത് വലിയ അല്ലെന്നാ, അടീന്നുള്ളതാ. 1.5 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ആവശ്യമില്ലാതെ ഒരു ബ്ലോഗർമാരും കൂടെ ഇറങ്ങും പറയിപ്പിക്കാനായിട്ട്. അതിന്റെ ഫോണിലൊന്ന് ആഡ് ചെയ്ത് തരേ. ഫോണിൽ ആഡ് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. കല്ല് തീർന്നു ഗൈസ്. ഈ കല്ല് ലോഡ് വരണം. ഓ പണിയെടുക്കുന്ന കാണാൻ. ചായക്ക് കറി ആവുന്നേ ഉള്ളു ഗൈസ്. ഉണ്ടോ ഇത്ര ഏരിയ ഞങ്ങൾ കല്ലിട്ടതാ അട്ടിട്ട്. 2 ദിവസോ 2 ആഴ്ച. നിങ്ങളാണ് ഇവിടെ ഫസ്റ്റ് കൊച്ചേ. ഫസ്റ്റ് വന്നിട്ട് മെയിൻ മേസ്തിരി അവിടുത്തെ. ഇവിടുന്ന് ഈ എൻഡിൽ മുട്ടിച്ച ഇന്നത്തെ വർക്ക് കഴിയും. ലോഡിന് കാത്തിക്കുകയാണ്. ഇപ്പോൾ 5 ലോഡ് സാധനം ഇറക്കി. 5 ലോഡ് ഞങ്ങൾ 10 മണിയാകുമ്പോഴേ ഫിനിഷ് ചെയ്ത്. ഇനി ലോഡ് വരണം. 5 ലോഡ് 3 ലോഡില്ലേ? ഒന്ന് അവിടെ, 2 ഇവിടെ, 3. നിങ്ങളെ ആയുസും മറ്റേതൊക്കെ അവിടെ നിർത്തി. അത് മനീഷേട്ടെ, അത് കുട്ടേട്ടെ, ഞാൻ ചിഞ്ചോട്ടെ. എന്നെ കാണിക്കും ദമ്പോട്ടെ.
കൈസിന് കല്ല് വരണം ഇപ്പോൾ സമയം 10 മണിയായി. ഇനിയിപ്പോൾ ഇവരെ നാട്ടിലില്ലേ അയ്യപ്പൻ വിളക്ക് അതിനെ കുറിച്ചൊന്ന് പറയും. നിങ്ങളെ നാട്ടിലെ അയ്യപ്പ വിളക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നാണ്? ഞങ്ങളെ നാട്ടില് ഇപ്പം ഡിസംബർ 14 പറയും എല്ലാവരും ക്ഷണിക്കും നിങ്ങൾ. ക്ഷണിക്കാൻ എന്താ എല്ലാരും വരിക ഡിസംബർ 14 സ്ഥലം പറഞ്ഞില്ല. അമ്പായത്തോട് ആരോ എന്താ ചീഫ് ഗസ്റ്റ് ആയിട്ടോ അല്ല എന്താ പരിപാടി ഉണ്ടോ? പ്രസീത ചാലക്കുടിയിലെ നാടൻപാട്ട് കലാമേള ഉണ്ട്, ഗാനമേള. ഇത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത്? രതീഷേട്ടാ അങ്ങോട്ട് നോക്കുന്നില്ല. ഇത് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയുന്നില്ല. നാട്ടുകാരൻ എന്താണ് പറയാനുള്ളത്? ഞാൻ കുറച്ച് മദ്യം വാങ്ങി ബിസിനസ് ഇതൊക്കെ ആൾക്കാർ കാണുണ്ടോ? എക്സൈസ് വന്നു പോകും. സാധനം ഉണ്ടാവില്ലല്ലോ, സാധനം ഉണ്ടാവില്ല പറഞ്ഞിട്ടല്ലോ. എന്റെ പേര് കുണ്ടപ്പൻ. കുണ്ടപ്പൻ രാത്രി പോയി കാണണ ചങ്ങായി, യൂട്യൂബൊക്കെ എടുത്ത് നോക്കടാ, അതിലൊക്കെ കണ്ടു ഞാൻ ഒരു ഭ്രാന്തായി പോട്ടെ. എന്റെ പേര് കുണ്ടപ്പ അമ്പായത്തോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു കുടിക്കും പോയി, ഞാൻ പറഞ്ഞില്ല. നമ്മളെ കറി ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കറി കത്തുന്നില്ല തീ. വൈദ്യനെ കുറച്ചും കൂടി ചെറുതാക്കിക്കൂടായോ? പണിയേട്ടനാണ്. ചോറ് റെഡിയായി, ഇനി കറിയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ വൈദ്യനല്ലേ ചെറുതാക്കിയാൽ അലിഞ്ഞു പോകും. പച്ചക്കറിയാണ് കേട്ടോ, സ്വാമിമാരുണ്ടായതിനെ കൊണ്ട് സ്വാമീനെ കൊണ്ട് തന്നെ വെപ്പിക്കുന്നത്. ഇനി ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരിപ്പും ഇതാ നമ്മളെ കലവറയിൽ ഇന്ന് കുട്ടാണി സ്വാമികളാണ്. പച്ചക്കറി, ചോറ്, പിന്നെ അച്ചാറ്, പപ്പടം, പേരില്ല ഗൈസ്. ഇതാണ് നമ്മുടെ കലവറ. ഊട്ടുപുര കലവറാന്നായി പോയി. ഊട്ടുപുര ഗൈസ്. ചെറിയ ഷെഡൊക്കെ കിട്ടി. ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോഴാണ് മൂസ് വന്നത്. വിമേൻ്റെ പ്ലേറ്റ് കഴിയൊക്കെ അമ്പോ ചോറ് എടുക്ക്. മൂസനെ കുടിക്കാറ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അടുത്ത ലോഡ് തട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതാ കുട്ടനാട്ടും ഞാനും അടുത്ത ലോഡ് നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടടിക്കും. ഓക്കെ സെൻറ്ററിലേക്കല്ലേ ഉസോ? സെൻറ്ററായിട്ടുണ്ട്. ഒരു ഹായ് പറ. ആ ഇതാട്ടോ നമ്മളെ മുക്കത്തുള്ള നമ്മളെ മൂസ്. ആ അവിടേക്ക് സൈഡ് നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല. വ്ളോഗ് ചാടിച്ചോ? ആ അതിന് ശേഷം ലോഡ് കയറ്റിയതിനു ശേഷം ഞങ്ങൾ പോയേ മുന്നേ. അപ്പോൾ സ്കൂൾ ടൈമിന് ഞങ്ങളവിടെ ചവിട്ടി കുറയില്ലോ അവിടെ ചവിട്ടിയിരുന്നു. ആ അങ്ങനെയുള്ള ബില്ല് കൂട്ടേട്ടൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഞാൻ പോയി ചാടിക്കട്ടെ. എന്തായി അപ്പം ഭക്ഷണം കഴിച്ചാട്ടെ ഗൈസ്. കൈ പൊള്ളി ഒന്നായിട്ട്, കൈയിൻ്റെ അടി ഒന്നായിട്ട് പോയി. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര നീറ്റലായിരിക്കും. കല്ലിങ്ങനെ പിടിച്ച് പൊന്തിച്ചിട്ട് നമ്മളെ ഭക്ഷണം ഇവിടെ റെഡി. അച്ചാറ്, അതെന്താ അച്ചാറോ? കൈതച്ചക്കൻ്റെ അച്ചാറോ? സാമ്പാർ, നമ്മൾ ചെറിയൊരു ചോട്ട സാമ്പാറും അച്ചാറും ഫുഡ് റെഡി. ഇതാടെ ചിക്കൻ കറിയാ ചാക്കോച്ചിയാ, ചിക്കൻ കറി ഗൈസ്. ഓല് ഇവിടെ നിൽക്കുന്നതിനെ കൊണ്ട് ഓല് വീട്ടിൽ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ട് സ്വാമിമാർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കല.
രാജേട്ടൻ അങ്ങ് വ്രതല്ലേ? നോൽബേസല്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഒരു ലോഡിൻ്റെ വർക്കും കൂടി ഉണ്ടാവും. 2 ലോഡ് ഇപ്പം തട്ടി. ഇപ്പം അതും കൂടി സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷാക്കി കഴിഞ്ഞാൽ ചരട കെട്ടുന്ന മനീഷേട്ടൻ, അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ വർക്ക് കഴിയും. പിന്നെ ഇനി ഇങ്ങോട്ട് ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല ഗൈസ്. ഇവിടെ ഇനി വേണമെങ്കിൽ ഇനി കോയിൽ ഇതോ മൊത്തം കൊണ്ടുവച്ച് തട്ടിയിട്ട് ഇനി വേണമെങ്കിൽ മാത്രം നമുക്കിവിടെ അട്ടിയിടാനുണ്ടാവും. ചരട് വെച്ചു. അപ്പോൾ ഞങ്ങൾ വർക്ക് എടുക്കട്ടെ ഗൈസ്. എല്ലാവരും അങ്ങനെ ഗൈസ് നമ്മുടെ വർക്കൊക്കെ ഫിനിഷായി. ഇതാ എടുക്കണ്ട, ഫിനിഷായി ഗൈസ്. ചാക്കോച്ചി എങ്ങനെയുണ്ട്? ഫിനിഷായില്ലേ വർക്ക്? ഇതാട്ടെ നമ്മള് ചന്ദ്രയുടെ മുലാളി ഇതാ ഫിനിഷായി. ഇനിയിപ്പം ഇനി ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്നിട്ട് ഫോട്ടോ കൊടുക്കണം. വട്ടിപ്പുറത്ത് കയറി ഇതൊരു കല്ല് നീക്കാണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇന്നത്തെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതേപോലെ അട്ടിയിടാൻ വരാണ്ട്. അപ്പം ഇതന്നെ മൊത്തം എടുത്ത് ഞങ്ങളല്ല JCBയും ടിപ്പറും വന്ന് മൊത്തം ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് പോകും. നമ്മുടെ പുഴയിൽ കൊണ്ടുവച്ച് തള്ളും ഗൈസ്. ഇപ്പോൾ ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോഴുള്ള കോലം കണ്ട നിങ്ങൾ, ഇപ്പോഴുള്ള കോലം കണ്ട ഫുള്ള് ഫിനിഷ് ചെയ്തതാ ഗൈസ്. ഫുൾ ഫിനിഷ് ചെയ്തതാ. ലോങ് വ്യൂ ആട്ടോ, അടിപൊളി. ഫുള്ള് ഇവിടുന്ന് അങ്ങ് എൻ്റെ വരെ ഇപ്പം കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞതാ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇപ്പം സമയം 4:30. ഇന്ന് നേരത്തെ കഴിഞ്ഞിട്ടാ ഫിനിഷ് ചെയ്തു. അതിൽ നേരത്തെ കഴിയണമെന്ന് ചോദിച്ചു, പക്ഷേ കല്ലെത്താൻ കുറച്ച് ലേറ്റ്. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കല്ലിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർ പോയി. അതിൽ 4 ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ള മീൻസ് എല്ലാവരും കൂടി നിൽക്കണമെന്നാണ്. പിന്നെ കുറേ ആൾക്കാർ ബസ് പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഓൾറെഡി ബൈക്കിലായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോയതിനു ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാടകയ്ക്ക് ഇവർ നിൽക്കുന്നുണ്ടായി. അവിടെ കൊണ്ടുവെക്കേണ്ട ഇത് വന്ന് അപ്പോൾ കൊണ്ട് വെച്ച് വന്ന് അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വർക്ക്. അല്ലാതെ ഞങ്ങൾ വർക്കിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് എടുത്ത് പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ വ്ളോഗ് എല്ലാം കൂടി നടക്കില്ല. പക്ഷേ ഞങ്ങൾ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ വർക്ക് എന്താ പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മളെ ജോലിക്കാരും സംസാരങ്ങളും എല്ലാം നമ്മുടെ വൈബ് എങ്ങനെയാണ്, ജോലി സ്ഥലത്തുള്ള വൈബ്. കൂലിപ്പണി എടുക്കുന്ന സമയത്ത് ഒരു വൈബും എന്താ ഒരു കൂലിപ്പണി ഒരു സുഖമാണ്. കഷ്ടപ്പാടാണ്, കാരണം വൈകുന്നേരം പുരയിലൊക്കെ കയറുമ്പോൾ ഒരു സുഖമാണ്. എന്താ പറയുക, മാസത്തിൽ ഡെയിലി കയ്യിൽ പൈസ നിൽക്കൂല, അത് വേറെ. കാരണം എന്നൊന്നും കൈ കിട്ടുമ്പോൾ പിന്നെ പറയാനുള്ള ഞങ്ങൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ വേറെ ഒന്നിലൂടെ അല്ല ഞങ്ങൾ വരുമാനം കണ്ടെത്തുന്നത്. ഞങ്ങൾ പണിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും പരസ്യം കിട്ടുമ്പോൾ മാത്രമേ വരുമാനമുള്ളൂ, അല്ലാതെ വലിയ പൈസ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഒരു നോർമലി അപ്പം നമുക്കൊന്നും പണിക്ക് പോയില്ലെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ജോലിക്ക് പോവാതെ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കരുത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വർക്കിനെ ഞങ്ങൾ പോകും. കാരണം ഇന്നിപ്പോൾ ഈ വർക്കില്ല വെച്ചിട്ട് നാളെ വേറൊരു വർക്ക് അങ്ങനത്തെ ഇതിന് താല്പര്യമില്ല. ഇഷ്ടപ്പെടണം, കൂലിപ്പണി തന്നെ ഇഷ്ടപ്പെടണം. എല്ലാവർക്കും കൂലിപ്പണി ഓൾറെഡി ഒരുവിധം എല്ലാ പണിക്കും പോവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അതല്ല, ഈ വർക്ക് ഞങ്ങൾ നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസം ഈ വർക്കില്ലായിരിക്കുക, നാളെ ഞങ്ങളെ കൂടെ ഈ വർക്കിന് വാടാന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അല്ലേ സ്ഥിരമായിട്ട് ആ വർക്കിന് പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഉദ്ദേശിച്ചത്. എന്താണ് അപ്പം ഗൈസ്, കൂടുതൽ ഞങ്ങളൊന്നും നീട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ബൈ ബൈ.